+2 കഴിഞ്ഞിട്ട് നേഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളായിരിക്കും ഭൂരിഭാഗം പെൺകുട്ടികൾ. ഒരുപാട് ആൺകുട്ടികൾക്കും ഈ ഒരു ആഗ്രഹമുണ്ട്. എന്നാൽ LBSലൂടെ കേരളത്തിൽ നേഴ്സിംഗിന് ഒരു അഡ്മിഷൻ കിട്ടാൻ തുടങ്ങാൻ നല്ല പണിയാണ്. ഓൾമോസ്റ്റ് ഒരു 85% മുകളിൽ മാർക്ക് ഉണ്ടെങ്കിലൊക്കെയാണ് നല്ലൊരു കോളേജിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത്. ഇങ്ങനെ വരുന്ന സമയത്താണ് ഒരുപാട് കുട്ടികൾ കോയമ്പത്തൂരും ബാംഗ്ലൂരും ഒക്കെ ഉള്ള സബ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോളേജുകളിൽ നേഴ്സിംഗിന് അഡ്മിഷൻ എടുക്കുന്നത്. എന്നാൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ വേൾഡ് റാങ്കിൽ ടോപ്പിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ അബ്രോഡ് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല. കാരണം അബ്രോഡ് നഴ്സിംഗ് എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ചിന്തിക്കുന്നത് UK-യും കാനഡയും ഓസ്ട്രേലിയയൊക്കെ പോലുള്ള രാജ്യങ്ങളാണ്. ഇവിടെയൊക്കെ ഒരു വർഷം 13 ലക്ഷം ഫീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും അബ്രോഡ് എന്ന ഓപ്ഷൻ തന്നെ ഒഴിവാക്കുക. എന്നാൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വളരെ കുറഞ്ഞ ഫീസിൽ നഴ്സിംഗ് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് മലയാളി സ്റ്റുഡൻസ് ഓൾറെഡി നഴ്സിംഗ് പഠിക്കുന്ന ജോർജിയ എന്ന കൺട്രീനെ കുറിച്ചിട്ടും അവിടെയുള്ള നഴ്സിംഗ് യൂണിവേഴ്സിറ്റികളെ കുറിച്ചിട്ടുമാണ്. ഇപ്പൊ പലരും നഴ്സിംഗ് UK-യിൽ കാനഡയിലൊക്കെ ഓപ്റ്റ് ചെയ്യാൻ കാരണം അവിടെ പാർട്ട് ടൈം ചെയ്ത് പഠിക്കുന്ന സമയത്ത് അവരുടെ എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. ജോർജിയയിലും ഇതേ ഓപ്ഷൻ ഉണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് സംസാരിക്കാം. നമ്മുടെ നാട്ടിൽ ശരിക്കും നഴ്സിംഗ് എന്ന് പറയുമ്പോൾ ജനറൽ നഴ്സിംഗ് ഉണ്ട്, ഓക്സിലറി നഴ്സിംഗ് ഉണ്ട്, BSc നഴ്സിംഗ് ഉണ്ട്, ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നഴ്സിംഗ് ഉണ്ട്. പക്ഷേ ജോർജിയയിലെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് BSc നഴ്സിംഗ് എന്ന് പറഞ്ഞ ഒരു കോഴ്സ് മാത്രമേ ഉള്ളൂ. 4 വർഷം ഡ്യൂറേഷൻ ഉള്ള ഒരു കോഴ്സാണ്. ജോർജിയയിൽ ഏറ്റവും കൂടുതൽ മലയാളി സ്റ്റുഡൻസ് നഴ്സിംഗ് പഠിക്കുന്ന ഒരു കോളേജാണ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ. BSc നഴ്സിംഗിന്റെ ഡ്യൂറേഷൻ ജോർജിയയിൽ 4 വർഷം 8 സെമസ്റ്ററുകളായിട്ടാണ് ഉണ്ടാവുക. യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ ഉള്ളത് ജോർജിയ എന്ന് പറഞ്ഞ കൺട്രിയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ടിബിലിസിയിലാണ്. ടിബിലിസിയിൽ സബർദാലോ എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് യൂണിവേഴ്സിറ്റി ഉള്ളത്. ഇന്ത്യൻ നഴ്സിംഗും ജോർജിയൻ നഴ്സിംഗും തമ്മിലുള്ള പ്രധാന ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർജിയൻ നഴ്സിംഗ് ECTS സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ആൻഡ് അക്കുമുലേഷൻ സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റമാണ്. അപ്പൊ ഈ സിസ്റ്റത്തിൽ പഠിക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രീസിലേക്ക് വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ രാജ്യത്തുള്ള നഴ്സിംഗ് കോഴ്സും നമ്മൾ പഠിച്ച രാജ്യത്തുള്ള നഴ്സിംഗ് കോഴ്സും ഇക്വേറ്റ് ചെയ്യാൻ നോക്കുക അവർ. അതായത് അവിടെ പഠിപ്പിച്ചതെല്ലാം നിങ്ങൾ പഠിച്ച രാജ്യത്ത് പഠിച്ചിട്ടുണ്ടോ നോക്കും. ആ സമയത്ത് ECTS സിസ്റ്റം ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളാണെങ്കിൽ ഈ മാച്ചിങ് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നെ ഒരുപാട് കുട്ടികളുടെ ഡൗട്ടാണ് ജോർജിയയിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ക്ലിനിക്കൽസ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. ജോർജിയയിൽ ശരിക്കും നമ്മുടെ സെക്കൻഡ് ഇയർ ഫസ്റ്റ് സെം മുതലേ ക്ലിനിക്കൽസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നഴ്സിംഗിൽ ക്ലിനിക്കൽ 1, ക്ലിനിക്കൽ 2, ക്ലിനിക്കൽ 3 എന്ന് പറഞ്ഞിട്ട് ക്ലിനിക്കൽ 6 വരെയുള്ള ക്ലിനിക്കൽസ് ഉണ്ട്. അപ്പൊ ഇതിൽ ക്ലിനിക്കൽ 1 സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് ഇയർ ഫസ്റ്റ് സെമ്മിലാണ്. അതിനുശേഷം ഓരോ സെമസ്റ്ററിലും അവിടെ ക്ലിനിക്കൽസ് ഉണ്ട്. ജോർജിയയിൽ ഇന്ത്യയിലെ പോലെ തന്നെ ആദ്യത്തെ വർഷം ബേസിക് സബ്ജക്റ്റുകളെല്ലാം തീർത്ത് രണ്ടാമത്തെ വർഷം സെക്കൻഡ് ഇയർ ഫസ്റ്റ് സെം മുതലേ ക്ലിനിക്കൽസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഇയർ തന്നെ നമ്മൾ ഇഞ്ചക്ഷന്, IV, ഡ്രസ്സിങ്, വൈറ്റൽ കളക്ഷൻ ഇങ്ങനെ തുടങ്ങിയ എല്ലാ ക്ലിനിക്കൽസും നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് റിയൽ പേഷ്യന്റിൽ തന്നെ പഠിക്കുന്നുണ്ട്. ഇപ്പൊ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ജോർജിയയിൽ റിയൽ പേഷ്യന്റ് നമ്മൾ കാണാൻ പറ്റില്ല, അവരെ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ. ഇങ്ങനെ ഒന്നുമില്ല. നമുക്ക് ശരിക്കും ഹോസ്പിറ്റലിൽ പോയി രോഗികളിൽ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം പഠിക്കുന്നത്. ഇപ്പൊ കത്തീഡ്രൈസേഷൻ അടക്കം അവർ കാണുന്നതും പഠിക്കുന്നതും എല്ലാം റിയൽ പേഷ്യൻസിലാണ്. ഇനിയിപ്പോ സ്റ്റുഡൻസ് കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, നല്ല രീതിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ തന്നെ, ഡോക്ടേഴ്സിനെ തന്നെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നൈറ്റും അതുപോലെ തന്നെ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ഡ്യൂട്ടി എടുക്കാനും പറ്റും. ഇതിന് ഹോസ്പിറ്റലുകൾ അവർക്ക് പേയ്മെന്റ് കൊടുക്കാറുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് മുന്നോട്ടേക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ അതുപോലെ നമ്മൾ ഇന്ത്യയിൽ നഴ്സിംഗിന് പഠിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റുകളും ജോർജിയയിലും പഠിക്കുന്നുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിലെ നഴ്സിംഗിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ, അതായത് അവിടെയുള്ള സബ്ജക്റ്റുകളെ കുറിച്ചിട്ട്, അവിടെയുള്ള മാർക്കിംഗ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട്, എക്സാമിനേഷനെ കുറിച്ചിട്ട്, അവിടെയുള്ള ലൈഫിനെ കുറിച്ചിട്ട്, അവിടെയുള്ള പാർട്ട് ടൈം ജോബിനെ കുറിച്ചിട്ട്, പഠിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻസിനെ കുറിച്ചിട്ട്, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഞാൻ അതിന്റെ നഴ്സിംഗിന്റെ ഒരു ബേസിക്സ് കംപ്ലീറ്റ് കവർ ചെയ്ത് പോകാം എന്നാണ് വിചാരിച്ചത്. ആ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ നഴ്സിംഗിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയുടെ നഴ്സിംഗിന്റെ ഫീ എന്ന് പറയുന്നത് $2000 ആണ് ഒരു സെമസ്റ്ററിന്. അതായത് ഓൾമോസ്റ്റ് 1,70,000 രൂപയുടെ അടുത്ത്. അതായത് ഒരു വർഷത്തേക്ക് $4000, $3,46,000 രൂപയുടെ അടുത്ത്. നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഒരു വർഷത്തെ ഫീ ഒന്നിച്ചടക്കണം. പക്ഷേ സെക്കൻഡ് ഇയർ മുതൽ നമുക്ക് സെമസ്റ്റർ ബേസ് ആയിട്ട് ഫീസ് അടക്കാനുള്ള ഒരു ഓപ്ഷൻ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിലുണ്ട്. ഇനി ജോർജിയയിലുള്ള മെയിൻ ആയിട്ടുള്ള മറ്റുള്ള എക്സ്പെൻസ് നോക്കുന്ന സമയത്ത് പ്രധാനമായിട്ടുള്ളത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എക്സ്പെൻസ് ആണ്. ഇപ്പൊ അക്കോമഡേഷന്റെ കാര്യം നോക്കുന്ന സമയത്ത് നഴ്സിംഗിന് പഠിക്കുന്ന ഭൂരിഭാഗം സ്റ്റുഡൻസും അപ്പാർട്ട്മെന്റ് എടുത്തിട്ടാണ് നിൽക്കാറുള്ളത്. കാരണം ജോർജിയയിൽ ഹോസ്റ്റൽസ് ഉണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയക്ക് ഓൺ ഹോസ്റ്റൽ ഇല്ല, പക്ഷെ പ്രൈവറ്റ് ഹോസ്റ്റലുകൾ ഉണ്ട്. ഈ പ്രൈവറ്റ് ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളുണ്ട്. പക്ഷെ നഴ്സിംഗിന്റെ കുട്ടികൾ പാർട്ട് ടൈം എടുക്കുന്നത് കൊണ്ട് തന്നെ ഹോസ്റ്റലിൽ സാധാരണ രാത്രി ഇത്ര മണിക്ക് കയറണം എന്നൊക്കെയുള്ള എൻട്രി ലിമിറ്റേഷൻ ഉണ്ടാവും. അപ്പൊ അത് പാർട്ട് ടൈം ചെയ്യുന്ന കുട്ടികൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടും പിന്നെ അതുപോലെ തന്നെ ഭൂരിഭാഗം ഹോസ്റ്റലുകളിലും മെസ്സ് കമ്പൽസറി ആയിരിക്കും. ഇപ്പം പാർട്ട് ടൈമിന് പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ ഉച്ചക്കൊന്നും വന്ന് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നഴ്സിംഗ് പഠിക്കുന്ന പാർട്ട് ടൈം ചെയ്യുന്ന ഭൂരിഭാഗം കുട്ടികളും പുറത്ത് അപ്പാർട്ട്മെന്റ് എടുത്തിട്ടാണ് നിൽക്കാറുള്ളത്. ഇപ്പൊ അപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന സമയത്ത് ഒന്നെങ്കിൽ 1 BHK അപ്പാർട്ട്മെന്റ് എടുത്തിട്ട് 2 പേര് ഷെയർ ചെയ്യും, അതല്ലെങ്കിൽ 2 BHK അപ്പാർട്ട്മെന്റ് എടുത്തിട്ട് 4 പേര് ഷെയർ ചെയ്യും. സാധാരണ 1 BHK അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ $300 to $400, 2 BHK അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ $600 to $800 ആണ് ഉണ്ടാവാറുള്ളത്. അപ്പൊ ഇത് 2 പേരും 4 പേരൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് $150 to $200 ആണ് അപ്പാർട്ട്മെന്റിന്റെ, അതായത് അക്കോമഡേഷന്റെ എക്സ്പെൻസ് ആയിട്ട് വരാറുള്ളത്. ഇനി ഫുഡിന്റെ കാര്യം നോക്കുന്ന സമയത്ത് ഭൂരിഭാഗം കുട്ടികളും സെൽഫ് കുക്കിംഗ് ആണ് ചെയ്യാറുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സെൽഫ് കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക്
നമുക്ക് ഈ ഹോട്ടലിൽ അല്ലെങ്കിൽ മെസ്സിലുള്ളത് പോലെ അത്രയും എക്സ്പെൻസ് വരാറില്ല. അതല്ലാതെ ഇപ്പൊ സെൽഫ് കുക്കിംഗ് ചെയ്യാൻ സമയമില്ലാത്ത കുട്ടികൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ടിബിലിസിയിൽ ഒരുപാട് കേരള ഹോട്ടൽസ് ഉണ്ട്. ഭൂരിഭാഗം ഹോട്ടലുകളും മെസ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഹോട്ടലുകളിൽ മെസ്സ് സബ്സ്ക്രൈബ് ചെയ്യാണ് ചെയ്യുക. ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് ഈ ഫുഡ് എത്തിച്ചു കൊടുക്കും. ഓൾമോസ്റ്റ് $110 to $120 ആണ് നോൺ വെജ് ഫുഡ് 2 നേരത്തേക്ക് എക്സ്പെൻസ് ഒരു മാസത്തേക്ക് ഉണ്ടാവാറുള്ളത്. അതായത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എക്സ്പെൻസ് നമ്മളിപ്പോ സെൽഫ് കുക്കിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ $300 ഉള്ളിൽ മാത്രമാണ് ഉണ്ടാവും. പിന്നെ അതുപോലെ ജോർജിയയിൽ കുട്ടികളുടെ മോസ്റ്റ് ഓഫ് ദ ട്രാൻസ്പോർട്ടേഷൻ മുഴുവൻ മെട്രോ യൂസ് ചെയ്തിട്ടാണ്. മെട്രോവും പബ്ലിക് ബസ്സും ആണ്. അതുകൊണ്ട് തന്നെ 1.5 മണിക്കൂറിലേക്ക് ഒരു ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 20 ടെട്രി, അതായത് നാട്ടിൽ ഓൾമോസ്റ്റ് ₹7 അടുത്ത് മാത്രമാണ് അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മാസത്തിൽ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് വലിയൊരു എക്സ്പെൻസ് ആണ്. പിന്നെ ഈ മൊബൈൽ റീചാർജും ഇലക്ട്രിസിറ്റിയും ഗ്യാസും വാട്ടറൊക്കെ പോലുള്ള എക്സ്പെൻസുകളാണ് വരുന്നത്. ഈ എക്സ്പെൻസുകൾ എല്ലാം കൂട്ടി കഴിഞ്ഞാലും ഫുഡ്, അക്കോമഡേഷന്, ബാക്കിയുള്ള എക്സ്പെൻസ് എല്ലാം കൂടെ ഒരു മാസം ഓൾമോസ്റ്റ് $300 ഉള്ളിലേ വരുള്ളൂ സെൽഫ് കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന കുട്ടികൾക്ക്. അതായത് നാട്ടിൽ ഓൾമോസ്റ്റ് ₹25,000 ഉള്ളിൽ. പിന്നെ നിങ്ങൾ യൂട്യൂബിലുള്ള വ്ളോഗിലൊക്കെ ആയിട്ട് കാണുന്നുണ്ടാവും, അതായത് മലയാളി സ്റ്റുഡൻസ് അബ്രോഡ് പഠിക്കുന്ന 7ഓളം രാജ്യങ്ങളിലെ 50ഓളം യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ നേരിട്ട് പോയിട്ട് ആ യൂണിവേഴ്സിറ്റികളിലെ ഇൻഫ്രാസ്ട്രക്ചറും അവിടെയുള്ള ഫെസിലിറ്റീസും ലാബ്സും അവിടെ കുട്ടികൾ നിൽക്കുന്ന അപ്പാർട്ട്മെന്റ്സും ഹോസ്റ്റലും ആ സിറ്റിയും ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനോടും അവിടെയുള്ള നേറ്റീവ്സിനോടും യൂണിവേഴ്സിറ്റി റെപ്രസെന്റേറ്റീവ്സിനോടും എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അബ്രോഡ് MBBS പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാനും അതല്ലെങ്കിൽ ചൂസ് ചെയ്ത യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനും എന്നോട് നേരിട്ട് സംസാരിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് എൻ്റെ ഫ്രീ ടൈം ഞാൻ ഡിസ്ക്രിപ്ഷനിലുള്ള വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ടൈം ബുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് അബ്രോഡ് MBBS പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഏതാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഇനി നമ്മൾ ജോർജിയയിൽ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാർട്ട് ടൈം ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. ഞാൻ സാധാരണ MBBS കുട്ടികളോട് പാർട്ട് ടൈം ചെയ്യാൻ പറ്റില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ നഴ്സിംഗിന് കുറച്ചുകൂടെ സമയമുള്ളത് കൊണ്ട് പാർട്ട് ടൈം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് മാത്രമല്ല യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ നമുക്ക് സബ്ജക്റ്റുകളുടെ സ്കെഡ്യൂളുകൾ ചൂസ് ചെയ്യാൻ പറ്റും. അതായത് ഏതൊക്കെ ദിവസം നമുക്ക് ക്ലാസ് വേണമെന്നും ഏതൊക്കെ ദിവസം ക്ലാസ് വേണ്ടെന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ പാർട്ട് ടൈം എടുക്കുന്ന കുട്ടികൾക്ക് അവരുടെ പാർട്ട് ടൈമും ക്ലാസും അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതായത് സ്കെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ക്ലാസ് കട്ടാക്കിയിട്ട് ഉഴപ്പ് നടക്കാന്നല്ല ഉദ്ദേശിച്ചത്. ഇപ്പൊ നമുക്ക് ഒരു ദിവസം 3 സബ്ജക്റ്റുകളാണ് ഉള്ളതെങ്കിൽ നമുക്ക് പിറ്റത്തെ ദിവസമുള്ള 3 സബ്ജക്റ്റും കൂടെ ആ ദിവസത്തേക്ക് ഇട്ടിട്ട് ഒരാഴ്ചത്തേക്കുള്ള മൊത്തം സബ്ജക്ട് 3-4 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. എന്നിട്ട് ബാക്കിയുള്ള ദിവസങ്ങൾ നമുക്ക് പാർട്ട് ടൈമിന് പോകാൻ പറ്റും എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഇനിയിപ്പോ നിങ്ങൾ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണെങ്കിൽ പ്രൊസീജിയറുകളൊക്കെ എളുപ്പത്തിൽ പഠിച്ചെടുക്കുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ തേർഡ് ഇയർ ഓൺവേർഡ്സ് ടിബിലിസിയുള്ള ഹോസ്പിറ്റലിൽ തന്നെ ഒരു നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതായത് രാത്രി സമയങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇല്ലാത്ത സമയങ്ങളിലൊക്കെ ഹോസ്പിറ്റലിൽ പോയി വർക്ക് ചെയ്യാൻ പറ്റും. ഇതിന് ഓൾമോസ്റ്റ് 600 to 800 ലാറിയാണ് നിങ്ങളുടെ സാലറി. ഓൾമോസ്റ്റ് ഇന്ത്യൻ റുപ്പീസിൽ 19,000 to 25,000 ഉള്ളിൽ. പക്ഷേ ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ജോലിയാണ്. കാരണം നിങ്ങൾക്ക് നല്ല ടാലന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ജോലി കിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് പ്രതീക്ഷിച്ച് നമുക്ക് ഒരിക്കലും യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല. മലയാളി കുട്ടികൾ ഭൂരിഭാഗവും പാർട്ട് ടൈം ചെയ്യാറുള്ളത് ഒന്നെങ്കിൽ റെസ്റ്റോറന്റുകളിൽ, അതല്ലെങ്കിൽ കോൾ സെന്ററുകളിൽ, അതല്ലെങ്കിൽ ഗെയിമിംഗ് സെന്ററുകളിൽ, ടൂറിസ്റ്റ് ഗൈഡ് ആയിട്ട്, ഡെലിവറി ബോയ് ആയിട്ട്, ഇങ്ങനെയൊക്കെയാണ്. ജോർജിയയിൽ ശരിക്കും നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രം അറിഞ്ഞിട്ട് പാർട്ട് ടൈം കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജോർജിയൻസ് ഭൂരിഭാഗവും ഇംഗ്ലീഷ് അറിയാത്ത ആളുകളാണ്. ജോർജിയനാണ് അവർ സംസാരിക്കുന്നത്. എന്നാൽ ഈ കോൾ സെന്ററിലും ഡെലിവറി ബോയ് ആയിട്ടും റെസ്റ്റോറന്റിലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്ക് ജോർജിയൻ ലാംഗ്വേജ് അറിയണമെന്നില്ല, ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രം മതി. ഇനിയിപ്പോ ജോർജിയയിൽ ഈ ഒരു ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തുമാത്രം സാലറി കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഡെലിവറി ബോയ് ആയിട്ട് ഓൾമോസ്റ്റ് ഒരു 5-6 മണിക്കൂർ ഒരു ദിവസം വർക്ക് ചെയ്യുകയാണെങ്കിൽ 50 to 60 ലാറിയാണ് അവിടുത്തെ സാലറി. അതായത് ദിവസം ഓൾമോസ്റ്റ് ഇന്ത്യൻ റുപ്പീസിൽ 1,600 to 2,000 രൂപ. ഒരു മാസത്തേക്ക് നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് 48,000 to 58,000 രൂപയുടെ ഉള്ളിൽ. ടിബിലിസിയിൽ നമുക്ക് എക്സ്പെൻസ് ഓൾമോസ്റ്റ് 25,000 രൂപ മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയുള്ള പൈസ നമുക്ക് ഏണിംഗ്സ് ആയിട്ട് എടുത്ത് വെക്കാൻ പറ്റും. ഇനിയിപ്പോ കോൾ സെന്ററുകളിൽ അല്ലെങ്കിൽ റെസ്റ്റോറന്റുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് 1000 മുതൽ 1,200 ലാറി വരെയാണ് സാലറി ഉണ്ടാവുക. അതായത് ഓൾമോസ്റ്റ് 32,000 to 38,000 രൂപയുടെ ഉള്ളിൽ. ഞാൻ ഈ പറയുന്ന കണക്കുകൾ കൃത്യമായിട്ട് ഇത്ര തന്നെ രൂപയാണ് കിട്ടുന്നത് എന്നുള്ള രീതിയിലല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ റെസ്റ്റോറന്റിനനുസരിച്ചും അവിടെ വർക്ക് ചെയ്യുന്ന സമയത്തിനനുസരിച്ചും അതിന്റെ ലൊക്കേഷൻ അനുസരിച്ചൊക്കെ ഈ സാലറിയിൽ വേരിയേഷൻ ഉണ്ടാവാറുണ്ട്. ഞാനിപ്പോ പറഞ്ഞത് ഏകദേശം ഒരു എമൗണ്ട് ആണ്. ഇനി നല്ല രീതിയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിപ്പും അതുപോലെ തന്നെ പാർട്ട് ടൈമും കൊണ്ടുപോകാൻ പറ്റുന്ന കുട്ടികൾക്ക് മാസം ഓൾമോസ്റ്റ് 70,000 രൂപ വരെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഉണ്ടാക്കുന്ന കുട്ടികളുണ്ട്. എന്നാൽ പാർട്ട് ടൈം എടുക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളോട് പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ടൈമിന്റെ കൂടെ തന്നെ നിങ്ങൾ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ കൊണ്ടുപോകണം. അല്ലെങ്കിൽ നിങ്ങൾ എക്സാമിൽ ഫെയിൽ ആവും, പഠിച്ചിറങ്ങുന്ന സമയത്ത് നോളജ് ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ ആ ജോർജിയയിൽ പഠിച്ചതിന് ഒരു കാര്യം ഇല്ലാതാവും. പിന്നെ വേറൊരു കാര്യം, ജോർജിയയിൽ എത്തി നമുക്ക് പാർട്ട് ടൈം കണ്ടുപിടിച്ച് അത് നമുക്ക് സസ്റ്റെയിൻ ആയിട്ട് വരാനുള്ള ഒരു സമയം ഉണ്ടാവും. അത്രയും സമയത്തേക്കുള്ള നമ്മുടെ ബേക്കപ്പ് മണി നമ്മൾ കാണണം. ആ ഒരു മണി കണ്ടിട്ട് മാത്രമേ നമ്മൾ പോവുള്ളൂ. മാക്സിമം എല്ലാവരും പോകുന്ന സമയത്ത് തന്നെ ലിവിംഗ് എക്സ്പെൻസ് കണ്ടിട്ട് തന്നെ പോവുക. പിന്നെ അവിടുന്ന് കിട്ടുന്ന സമയത്ത് അത് തിരിച്ച് നിങ്ങൾ റീപേ ചെയ്താൽ മതി. ഇനി നമ്മൾ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കരിയർ ഓപ്ഷൻ
ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ നിങ്ങൾ നഴ്സിംഗ് പഠിച്ചാൽ നിങ്ങൾക്ക് ജോർജിയയിൽ തന്നെ ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ജോർജിയയിലെ ഹോസ്പിറ്റലുകളിൽ നിങ്ങൾ നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 1500 to 2000 ലാറിയാണ് നിങ്ങളെ സാലറി ഉണ്ടാവും. അതായത് ഇന്ത്യൻ റുപ്പീസിൽ 48,000 to 64,000 റുപ്പീസിന്റെ ഉള്ളിൽ. ഇത് നമ്മൾ കൃത്യമായിട്ടുള്ള ആ ഒരു ടൈം ലൈനിൽ, അതായത് 8 മണിക്കൂർ പണിയെടുക്കുന്നതിനാണ് ഈ ഒരു സാലറി ഉണ്ടാവുക. അതിന്റെ മുകളിൽ നമ്മൾ എക്സ്ട്രാ ടൈമോ അല്ലെങ്കിൽ ഓവർ ഡ്യൂട്ടി ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് മണിക്കൂറിന് ഓൾമോസ്റ്റ് 10 to 30 ലാറി സാലറി കൂടുതലുണ്ടാവും. ഇനി നിങ്ങൾക്ക് ജോർജിയയിൽ പഠിച്ചിട്ട് ജോർജിയയിൽ തന്നെ ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ എന്തെങ്കിലും എക്സാം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ ജോർജിയയിൽ നഴ്സിംഗ് പഠിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് ഇന്ത്യയിൽ ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്കുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോർജിയയിലല്ല ഏത് അബ്രോഡ് കൺട്രിയിൽ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാലും അവർ തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അവർ പഠിച്ച രാജ്യത്തുള്ള സബ്ജക്റ്റുകളും ഇന്ത്യയിലുള്ള സബ്ജക്റ്റുകളും നോക്കും. എന്നിട്ട് ഇന്ത്യയിൽ പഠിപ്പിക്കുന്ന എല്ലാ സബ്ജക്റ്റുകളും അവരവിടെ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കും. രണ്ടാമത്തത്, ഇന്ത്യയിൽ കുട്ടികൾ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് എത്ര മണിക്കൂറാണോ ക്ലിനിക്കൽസ് ചെയ്യുന്നത് അത്രയും മണിക്കൂർ മറ്റുള്ള രാജ്യങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ അവിടെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കും. ഇൻ കേസ് അവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്ര മണിക്കൂറാണോ കുറവുള്ളത് അത്രയും സമയം ഇന്ത്യയിൽ അവർ പിന്നെയും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ ഈ ഒരു പ്രോസസ്സിന് ഇക്വലൻസി എന്നാണ് പറയാ. ഈ ഒരു ഇക്വലൻസി പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നഴ്സിംഗ് കൗൺസിൽ ഒരു ഇക്വലൻസി എക്സാമോ അല്ലെങ്കിൽ ഒരു ഓറൽ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാം. അത് ഡിപ്പെൻസ് ആണ്, ഓരോ സ്റ്റുഡൻസിനും 1 by 1 ആയിട്ട് സ്റ്റുഡന്റ് ടു സ്റ്റുഡന്റ് കേസ് ബൈ കേസ് അത് മാറും. പിന്നെ അതുപോലെ അബ്രോഡ് നഴ്സിംഗ് പഠിച്ചതിന് ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ +1 +2 അതായത് ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് ഈ സബ്ജക്റ്റുകളിൽ 45% മുകളിൽ മാർക്ക് വാങ്ങി പാസ്സാവണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് പോലുള്ള ഫീൽഡിൽ നിന്ന് വരുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ബയോളജി നിങ്ങളുടെ സബ്ജക്റ്റിൽ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ NIOSന്റെ അതായത് നാഷണൽ ഓപ്പൺ സ്കൂളിന്റെ ബയോളജി കോഴ്സ് എടുക്കുക. എന്നിട്ട് എന്താ വെച്ചാൽ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിൽ 45% മാർക്കിൽ പാസ്സാവുക. ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അബ്രോഡ് നഴ്സിംഗിന് പോവുക. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വന്ന് ഇന്ത്യയിൽ ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ജോർജിയയിൽ നഴ്സിംഗ് പഠിച്ച് യൂറോപ്യൻ കൺട്രീസിലേക്കാണ് വർക്ക് ചെയ്യാൻ പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏത് കൺട്രിയിലേക്കാണോ പോകുന്നത് ആ കൺട്രി അവിടെ പഠിപ്പിക്കുന്ന നഴ്സിംഗ് കോഴ്സും നമ്മൾ പഠിച്ച നഴ്സിംഗ് കോഴ്സും എല്ലാ സബ്ജക്റ്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കവർ ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ ജോർജിയയിൽ ECTS സിസ്റ്റം വെച്ചിട്ട് പഠിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു പ്രോസസ്സ് വളരെ എളുപ്പമാണ്. അതായത് ജോർജിയയിലെ നഴ്സിംഗ് ഓൾമോസ്റ്റ് യൂറോപ്യൻ കൺട്രീസിലെല്ലാം റിക്കഗ്നൈസബിൾ ആണ്. എന്നാലും നമ്മൾ ഏത് രാജ്യത്തേക്കാണോ പോകുന്നത് ആ രാജ്യത്തിന്റെ ലാംഗ്വേജ് എക്സാമും ചില രാജ്യങ്ങൾക്ക് അവരുടെ ലൈസൻസിംഗ് ടെസ്റ്റ് ഉണ്ട്, രജിസ്ട്രേഷൻ ടെസ്റ്റ് ഉണ്ട്, അതും എഴുതേണ്ടി വരും. ഇനി ജോർജിയയിൽ പഠിച്ചിട്ട് US ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ ഇന്ത്യയിലേക്ക് വരുമോ അല്ലെങ്കിൽ ഇന്ത്യയുടെ NMCയുടെ ഇക്വലൻസ് എടുക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് അവിടുന്ന് ഡയറക്റ്റ് NCLEX-RN എന്ന് പറഞ്ഞ എക്സാം, നഴ്സിംഗിന്റെ രജിസ്ട്രേഷൻ എക്സാം എഴുതിയിട്ട് US പോകാൻ പറ്റും. ഇനി UK പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ NMCയുടെ അതായത് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിലിന്റെ ഒരു CBT ഉണ്ട്, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്, അത് ക്ലിയർ ചെയ്യണം. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പ്രൊഫഷൻസി എക്സാം ക്ലിയർ ചെയ്യണം. അത് US-നും ആണ് കേട്ടോ. US-നാണെങ്കിലും UK-നാണെങ്കിലും ഓസ്ട്രേലിയക്കാണെങ്കിലും ഈ എല്ലാ രാജ്യത്തിനും നമുക്ക് ഈ ഒരു ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റ് നിർബന്ധമാണ്. അതിപ്പോൾ IELTS ആണെങ്കിലും ശരി, TOEFL ആണെങ്കിലും ശരി, OET ആണെങ്കിലും ശരി, നമ്മൾ പോകുന്ന സ്റ്റേറ്റിനനുസരിച്ച് ഏതാണോ നമുക്ക് അത് എഴുതാം. അതായത് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യം ഏതാണ്, അതിൽ ഏത് സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്, ആ സ്റ്റേറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന എക്സാമുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ഏത് ഇംഗ്ലീഷ് ടെസ്റ്റ് ആണോ അവർ അക്സെപ്റ്റ് ചെയ്യുന്നത് ആ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. ഇനി ഓസ്ട്രേലിയ, കാനഡ ഈ രാജ്യങ്ങളിലൊക്കെ NCLEX-RN തന്നെയാണ് എക്സാം, അത് തന്നെ എഴുതിയിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ വല്ലാതെ നീട്ടിവലിച്ച് കൊണ്ടുവന്നില്ല, കാരണം നഴ്സിംഗിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ നഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോർജിയയിൽ നഴ്സിംഗ് പഠിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഡൗട്ടുകളും ക്ലിയർ ആവും. ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം. അതല്ല വേറെ എന്തെങ്കിലും ഡൗട്ടുകളാണെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക.